പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമ്മുടെ ഉറപ്പ് കർത്താവാണ്. കാരണം ഇങ്ങനെ സഹിച്ച് നിൽക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ വേറെ ആരെയും ആശ്രയിക്കേണ്ട. നമ്മുടെ തമ്പുരാനെ, കർത്താവിനെ, ഈശോയെ ആശ്രയിച്ചാൽ മതി. ഈശോയെ വിട്ടുതരാൻ കാണിച്ച പിതാവായ ദൈവത്തിൻ്റെ ധൈര്യം, അതായത് പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് തന്ന അങ്ങനൊരു ദൈവം, ഇത്രയധികം മനുഷ്യരെ സ്നേഹിക്കുന്ന അങ്ങനൊരു ദൈവവും നമുക്ക് വേണ്ടി സഹിച്ച് മരിച്ച ഈശോയും ഇവർ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമുക്ക് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകത്തോട് ചേർന്ന് നമ്മൾ പിതാവിനോടും പുത്രനോടും ചേർന്ന് നമ്മൾ ഈ പരിശുദ്ധ ബലി നമ്മൾ ഒരു യാഗമായി നമ്മൾ ഓർമ്മയായി കൊണ്ടാടുമ്പോൾ നമുക്ക് ഈ കൂടെയുള്ള ഉറപ്പുള്ള കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് നിന്ന് നമുക്ക് ബലിയർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വർധന ഞങ്ങൾക്ക് നൽകുകയും അങ്ങ് വാഗ്ദാനം ചെയ്തവ പിന്തുടരാൻ അർഹരാകേണ്ടതിന് അങ്ങ് കൽപ്പിച്ചവ സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവം നമ്മുടെ പക്ഷത്തിൽ നിന്ന് ആര് നമുക്ക് എതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ആധികാരികങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, എന്നോട് അങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ. അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ. ഞാൻ ദരിദ്രനും അഗതിയുമാണ്, എൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഇത് അങ്ങയുടെ കരമാണെന്നും അവിടുന്നാണ് ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. എൻ്റെ അധരങ്ങൾ കർത്താവ് എൻ്റെ കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്നു രക്ഷിക്കുവാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വചനത്തിൽ നിൽക്കുന്നവൻ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേയും ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ചില ഫരിസേയർ വന്ന് യേശുവിനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹേരോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ജെറൂസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. ജെറൂസലം, ജെറൂസലം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് വച്ചിരിക്കുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു,
പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യത്തിൽ, അതാണ് ഇന്നത്തെ സുവിശേഷം. അപ്പോൾ തന്നെ ചില ഫരിസേയർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെറോദസ് നിന്നെ കൊല്ലാനൊരുങ്ങുന്നു. വേഗം പൊക്കോ, ഹെറോദസ് നിന്നെ കൊല്ലാനൊരുങ്ങുന്നു. ഫരിസേയർ അല്ലെങ്കിൽ എപ്പോഴും എതിർക്കുന്നതാണ്. ഇന്ന് ഒരു രക്ഷകൻ്റെ റോള് അവർ കളിക്കുക. അപ്പോൾ ഈശോയുടെ മറുപടി വളരെ രസകരമാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എന്ന ധൈര്യമാണ് ഈശോയുടേത്. നിന്നെ പിടിച്ചോണ്ട് പോകാൻ അവൻ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോയി ആ കുറുക്കനോട് പറയുക. അതാണ് ഈശോ എന്തിനാ വന്നത്? മരിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പോൾ ഈശോയുടെ മുമ്പിൽ മരിക്കാൻ പോകുന്നതിനെ കൊല്ലാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഈശോ എന്തിനാ പേടിക്കുന്നത്? ഈശോ മരിക്കാനാണ് വന്നത്. ഈശോ ഇപ്പോൾ ഇത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായമാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ തൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും 1-ാമത്തെ പ്രവചനം നടത്തും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ പ്രവചനം നടത്തും. ശിഷ്യന്മാർക്കൊക്കെ അതറിയാം, അവർക്ക് മനസ്സിലായോ എന്നറിയില്ല. അതായത് താൻ വന്നിരിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. പീഡകൾ സഹിച്ച് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, യഹൂദരുടെ കരങ്ങളിൽ പിടിക്കപ്പെടും, ഇങ്ങനെ പറഞ്ഞ് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തെ പ്രവചനം വരുന്നത് 18-ാമത്തെ അധ്യായത്തിലാണ്. ഇന്നത്തെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 2 പ്രാവശ്യം പ്രവചിച്ചു കഴിഞ്ഞു. ഈശോയ്ക്കറിയാം താൻ എന്തിനാണ് വന്നത്. അപ്പോഴാണ് പറയുന്നത്, നിന്നെ കൊല്ലാൻ വേണ്ടി അവൻ തയ്യാറായി നിൽക്കുകയാണ്, ആ കുറുക്കനോട് പോയി പണി നോക്കാൻ പറ എന്നാണ് ഈശോ പറയുക. അതാണ് ഈശോയുടെ ധൈര്യം, ഈശോയുടെ മനക്കരുത്ത്. അത് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഈശോയുടെ മനക്കരുത്തും സമചിത്തതയും ഒക്കെ എത്രയോ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 22-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, ലൂക്ക 22-21, അതായത് അന്ത്യത്താഴ സമയത്ത് യൂദാസ് ഒറ്റിക്കൊടുക്കുന്ന കാര്യം ഈശോ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത മേശമേൽ തന്നെ ഉണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു, എന്നാൽ അവന് ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ഇത് ഈശോ പറയുമ്പോൾ ഈശോയുടെ മനസ്സെന്നോർത്തെ, ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെ കരം മേശപ്പുറത്തുണ്ട്, കൂടെ നിൽക്കാം. ഇനി ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ എഴുന്നേറ്റപ്പം ലൂക്കാ 22:48 യേശു അവനോട് ചോദിച്ചു. അതായത് അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവിടെ മുമ്പിൽ നടന്നിരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഇത് ഈശോയ്ക്ക് എങ്ങനെ അത് ചോദിക്കാൻ പറ്റും? നമ്മളാണെങ്കിൽ അങ്ങനെ ചോദിക്കുമോ? നമ്മളെ ദ്രോഹിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കില്ല. ഈശോയുടെ ധൈര്യമാണ്, ഈശോയുടെ സമചിത്തതയാണ്. ഇനിയും ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ തന്നെ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറയും. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിയുമ്പോഴും അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യത്തിലാണ്. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. പത്രോസിനെ നോക്കി. ഇത് ഈശോയുടെ ആ നോട്ടം, ഈശോയുടെ എന്നെ മനക്കരുത്ത ധൈര്യമാണ് ഈശോയുടേത്. ഈശോ ഒരു കുറ്റപ്പെടുത്തലുമില്ല. ഈശോ അതെല്ലാം സ്വീകരിക്കുകയാണ്. ഇനിയും ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ അത് താൻ തന്നെയാണ്, താൻ ക്രിസ്തുവാണെന്ന് അവരോട് പറയുന്നു. ഇനിയും ഹെറോദസിൻ്റെ മുമ്പിൽ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം
അത് 11-ാമത്തെ വാക്യത്തിലും യഥാർത്ഥത്തിൽ പീലാത്തോസും ഹെറോദസും തമ്മിലൊരു വഴക്കുണ്ടായിരുന്നു. പക്ഷേ ആദ്യം പീലാത്തോസിൻ്റെ അടുക്കലാണ് ഈശോയെ കൊണ്ടുചെല്ലുന്നത്. പിന്നെ ഹെറോദസിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്ന കാര്യമായതുകൊണ്ട് ഹെറോദസിൻ്റെ അടുക്കൽ കൂടി പീലാത്തോസ് പറഞ്ഞേക്കും. അങ്ങനെ പീലാത്തോസ് ഹെറോദസിൻ്റെ അടുക്കലേക്ക് അയക്കും. ഹെറോദസിൻ്റെ മുമ്പിലും ഈശോയെ കൊണ്ടൊരു ഹെറോദസ് പടയാളികളോട് ചേർന്ന് അവന് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് എങ്ങനെ ഈശോ തരണം ചെയ്തു എന്നാണ്. അന്നു മുതൽ ഹെറോദസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ വലിയ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. ഇനി മറ്റൊരു സംഭവം ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 64-ാമത്തെ വാക്യത്തിലാണ്. അത് യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരാണെന്ന് പറ. നമ്മൾ കണ്ണ് കെട്ടിക്കളിയില്ലേ, കണ്ണ് കെട്ടിയിട്ട് അടിക്കുന്നു. എന്നിട്ട് പറ നിന്നെ അടിച്ചത് ആരാണെന്ന് പറയാൻ. ഈശോയെ അടിച്ചു, എന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് അടിച്ചു. എന്നിട്ട് പറയണേ ഇപ്പം നിന്നെ അടിച്ചത് നീ ആരാണെന്ന് പറയാൻ, പ്രവചിക്കാൻ. അങ്ങനെ പരിഹസിച്ചു. അതായത് ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട എല്ലാ മേഖലകളിലൂടെയും ഈശോ ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മളാണെങ്കിൽ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എല്ലാം തരിപ്പണമാക്കി കളയും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയും പഴിചാരിയും നമ്മൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നമ്മളത് തട്ടിത്തെറിപ്പിച്ച് കളയും. ആ സിറ്റുവേഷൻ നമ്മൾ അലങ്കോലമാക്കി കളയും. ഈശോയുടെ ധൈര്യവും മനക്കരുത്തും അതാണ്. അങ്ങനെ ഒരു ഉന്നതനായ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് കൈകൾ കെട്ടപ്പെട്ട ഈശോ. അത് ഞാനിരുന്ന പള്ളികളിലൊക്കെ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാരണം അത് നല്ല പീലാത്തോസിന് മുമ്പിൽ ഇങ്ങനെ കൈകൾ കെട്ടപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്ന ദൈവം ഒരിക്കൽ ഒരു ആരാധന സമയത്ത്, അത് ചേർത്തല തങ്കിപ്പള്ളിയിലാണ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും, ഒരു വലിയ കടബാധ്യതയുള്ള കുടുംബം, അവർ ഒരു നല്ലൊരു വീട് പണിയാൻ ശ്രമിച്ചതാണ്. പക്ഷേ വീട് പണിത് 1 കോടിയിലേറെയായി വീടിൻ്റെ പണിച്ചെലവ്. അത്ര നല്ല വീട് പണിതു. പക്ഷേ ബ്ലേഡ് പലിശക്കൊക്കെ കടമെടുത്തിട്ടാണ് അത് പണിതത്. അത് മണ്ടത്തരമായിപ്പോയി. യഥാർത്ഥത്തിൽ 2 ആൺമക്കളെ ഉള്ളൂ. അവർ വളർന്നു വന്ന് അവരൊരു കാര്യം ചെയ്തോളാം, തനിക്കിനി അങ്ങനെ ഒരു വീട് പണിയാൻ പറ്റുകയില്ലെന്ന് വെച്ചിട്ടാണ് അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്ദേഹം അങ്ങനെ ഒരു വീട് പണിതത്. നിറയെ കടം കയറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് 75 ലക്ഷത്തിനത് വിൽക്കേണ്ടി വന്നു. അതായത് വീട് വിറ്റിട്ടും കടം തീരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബം അവർ ഈ പള്ളിയിൽ ആരാധനയിൽ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോഴും ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും തിരുവോസ്തിയിലും മൂത്ത മകൻ, അന്ന് അവന് 10, 17, 18 വയസ്സ് പ്രായമുള്ള മകനാണ്, അവൻ ആ പരിശുദ്ധ കുർബാനയിൽ കൈകൾ കെട്ടപ്പെട്ട ഈശോയെ കാണുകയാണ്. ആരാധന കഴിഞ്ഞപ്പോഴും എന്നോടിത് പറഞ്ഞു, അച്ഛാ ഞാനിന്ന് കൈകൾ കെട്ടപ്പെട്ട ഈശോയെ പരിശുദ്ധ കുർബാനയിൽ കണ്ടു. അപ്പോൾ അവൻ തന്നെ സ്വയം ഒരു വ്യാഖ്യാനം നടത്തുകയാണ്. കൈകൾ കെട്ടപ്പെട്ട ഈശോയ്ക്ക് ഞങ്ങളെ സഹായിക്കാനേ പറ്റുന്നില്ല. കൈകൾ കെട്ടപ്പെട്ട നിസ്സാനായി കരമൊന്നുയർത്തി ആശീർവദിക്കണ്ടേ? തമ്പുരാന് ഞങ്ങളെ കൈയൊഴിഞ്ഞ പോലെയാണ് ഇതേ കൈകെട്ടി നിസ്സഹായനായി നിൽക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് അതങ്ങനെയല്ല. കൈകൾ കെട്ടപ്പെട്ട ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ ദൈവപുത്രൻ നിസ്സഹായനായി നിന്നെങ്കിൽ ആ ദൈവം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ നിസ്സഹായ അവസ്ഥയിൽ, നിനക്കൊന്നും ചെയ്യാൻ പറ്റാതെ കടബാധ്യതയിൽ പെട്ടുകിടക്കുമ്പോൾ നിന്റെ ദൈവം അങ്ങനെ ഒരിക്കലും പീലാത്തോസിന് മുമ്പിൽ നിസ്സഹായനായി നിന്നിട്ടുണ്ട്. ആ ദൈവം നിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതാണ്. അവരുടെ കട ഇപ്പോഴും മാറിയിട്ടില്ല. അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 1-ാം വായന നിങ്ങൾ ശ്രദ്ധിച്ച് 31-ാം അധ്യായം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അതാണ്. ഈ ദൈവമാണ് നമ്മുടെ പക്ഷത്തുള്ളത്. കുരിശിൽ മരിച്ച ഈശോ, കൈകൾ കെട്ടപ്പെട്ട ഈശോ, ഇങ്ങനെ സഹിച്ചു നിൽക്കുന്ന ഈശോ, ആ ദൈവമാണ് നമ്മുടെ പക്ഷത്തുള്ളത്. അങ്ങനെ സഹിച്ച് വിജയിച്ച് നിൽക്കുന്ന ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്?
അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഇന്നത്തെ 1-ാം വായന. ഒരു വചനവും വിട്ടുകളയാനില്ല. അത് 8:31 മുതൽ 39 വാക്യമാണ്. വീട്ടിൽ വായിച്ചു നോക്കിക്കോളൂ. ഇത് വായിച്ചാൽ അതിൻ്റെ അഭിഷേകം നിറയും, കടബാധ്യതകളൊക്കെ മാറും, ദൈവം കൂടെയുള്ള അനുഭവം ഉണ്ടാവും. 32 വചനം 8:32 സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് വേണ്ടി ദാനമായി നൽകാതിരിക്കുമോ? കാരണം പുത്രൻ, സ്വന്തം പുത്രന് നമ്മൾ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. അങ്ങനൊരു ദൈവം നമുക്ക് വേണ്ടി മരിച്ച ഈശോ, ഇങ്ങനെ പിതാവും പുത്രനും നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ഉറപ്പ് ഈ ദൈവം തന്നെയല്ലേ? പുത്രനെ വിട്ടു തന്ന ദൈവം നമുക്ക് വേണ്ടി സർവ്വതും ത്യജിച്ച് അപമാനങ്ങളും നിന്ദനവും എല്ലാം ഏറ്റ്, അടിയും തൊഴിയുമേറ്റ് കുരിശിൽ മരിച്ച ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു കടബാധ്യതയുടെ പേര്, ചില രോഗങ്ങളുടെ പേരിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അതാണ് 35 വാക്യം റോമ 8:35. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞാൻ ദിവസവും മുഴുവൻ വധിക്കപ്പെടുന്ന കൊലയ്ക്കുള്ള ആടിനെ പോലെ കരുതപ്പെടുകയും ചെയ്യാം. അതായത് ഈശോ കൊലയ്ക്കുള്ള കുഞ്ഞാടിനെ പോലെ നിന്നതുപോലെ ഈശോ തമ്പുരാനെ പ്രതി, സഹനങ്ങളെ പ്രതി ഞാൻ വധിക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ നിന്ന് തന്നോളാം കർത്താവേ എന്നല്ലേ പറയേണ്ടത് നമ്മൾ? ഈശോ അങ്ങനെ നിന്നെങ്കിൽ എൻ്റെ സഹനങ്ങളിൽ രോഗങ്ങളിൽ കർത്താവെ ഞാൻ നിന്ന് തന്നോളാം, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു സഹിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്ന് തന്നോളാം. പിന്നെ തുടർന്നുള്ള വചനം, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിന് നമ്മളെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് പൗലോസ് പറയുന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി മരിച്ച ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമുക്ക് വേണ്ടി പുത്രനെ വിട്ടു തന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു ഷാജി തുമ്പച്ചിറയിൽ അച്ഛൻ, എനിക്ക് തോന്നുന്നു 1999 കാലയളവിലാണ്, എഴുതിയൊരു പാട്ടുണ്ട്. എനിക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ, അഡ്മിറ്റായിട്ട് കിടക്കുമ്പോൾ ഞാൻ കേട്ട പാട്ടാണ്. എൻ്റെ പരിശീലനത്തിൻ്റെ 4-5 വർഷമാണ് ഞാനത് കേൾക്കുന്നത്. അത് നല്ലൊരു പാട്ടാണ്. ഈ വചനഭാഗം റോമ 8:31 മുതൽ 39 വരെയുള്ള വചനങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ള പാട്ടാണ്. ഇനി എൻ്റെ പൊന്നേശു നാഥനേകീടും സ്നേഹത്തിൽ നിന്നും എന്നെ വേർപേടു തീടുവാനാർക്കു സാധ്യമായി? ക്ലേശമോ മൃതിയോ ആപത്തോ വാളോ അകറ്റിയിടുകില്ല, ഇതു നിശ്ചയം. ഇനി വീഴ്ച വന്നാൽ മരിക്കട്ടെ ഞാൻ, മാറില്ലി വാക്ക് അന്ത്യം വരെ. നിന്നെ പ്രതി അനുദിനവും ഞാൻ കുരിശേറിടാം, യാഗത്തിനുള്ളോരജമായി കരുതപ്പെടാം. പുത്രനെ പോലും ഒഴിവാക്കിടാതെ, പുത്രനെ പോലും ഒഴിവാക്കിടാതെ തന്നിടുവാൻ ദയ കാട്ടി. ഇനി എൻ്റെ പൊന്നേശു നാഥനേകീടും സ്നേഹത്തിൽ നിന്നും എന്നെ വേർപേടു തീടുവാനാർക്കു സാധ്യമായി? പരിശുദ്ധ അമ്മയ്ക്കത് മനസ്സിലായി. അങ്ങനെ നല്ലൊരു ദൈവമാണ് തൻ്റെ ഉള്ളിലേക്ക് വന്ന് പിറക്കാൻ പോകുന്നെന്ന് മനസ്സിലായ പരിശുദ്ധ മറിയം ആ തമ്പുരാനെ വിട്ടുകളഞ്ഞില്ല. കുരിശിൻ്റെ ചുവട്ടിൽ അനങ്ങാതെ നിന്നത് സ്റ്റാൻഡിങ് മദർ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് മറിയം അങ്ങനെ നിന്നത്? എൻ്റെ ദൈവം
ഉറപ്പുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതാണ് മറിയം ആ ദൈവത്തെ വിട്ടകലാതെ കൂടെ നിന്നത്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് മാമോദീസകളിലൂടെ, കൂദാശകളിലൂടെ ഒക്കെ നമുക്ക് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ കിട്ടിയതാണ്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ തമ്പുരാൻ്റെ കൂടെ നിന്നോളാം. കർത്താവേ, എനിക്ക് വേണ്ടി മരിച്ച ഈശോയെ, എനിക്ക് വേണ്ടി ഈശോയെ വിട്ടുനിന്ന പൊന്ന് ദൈവമേ, നീയാണ് എൻ്റെ ഉറപ്പ്. നിൻ്റെ കൂടെ അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ആ കരുത്ത്, ആത്മവിശ്വാസം, മനക്കരുത്ത്, വിശ്വാസം, ധൈര്യം എല്ലാം എനിക്ക് നൽകണമേ. ആമേൻ. പൂവും നീങ്ങുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ എങ്കലി വരുന്നു. ആനന്ദത്തോടിത സ്വീകരിച്ചൻപോടെ ആശീർവദിക്കും തമ്പുരാനേ. പൂവും നീങ്ങുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ എങ്കലി വരുന്നു. ആനന്ദത്തോടിക സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ നന്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങനെ ഉപരിമഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മതയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ
തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ,
അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് നാമം പൂജിതമാകണമേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങ് തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു നിങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൻകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൻകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൻകൾ സമാന നൽകണമയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ
ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശകളവ ഉൾക്കൊള്ളുന്നവ ഞങ്ങളെ പൂർത്തീകരിക്കണമേ. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.